ഒരിക്കൽ 2 ക്രിസ്ത്യാനി നടന്ന സംഭവം. 2 ക്രിസ്ത്യാനി പിള്ളേർ 23 വയസ്സുള്ള ഇവന്മാർക്ക്. ഇപ്പോഴല്ല, പതിറ്റാണ്ടുകൾക്ക് മുമ്പാ. ഇവർ തമ്മിൽ ഒരു പള്ളിയിൽ പോയിട്ട്, ഏത് പള്ളിയാണ്, ഒരു പള്ളിയിൽ പോയി ആരാധനയും കുർബാനയും കൊള്ളുന്നവരാ. അവസാനം പള്ളിഭക്തരാ. അതിൽ ഒരുത്തൻ 23-ാമത്തെ വയസ്സിൽ അവൻ്റെ ഒരു കൂട്ടുകാരന് രോഗം വന്നിട്ട് മരണശൈലി കിടക്കും. അന്ന് ഇന്നത്തിലൂടെ ഒന്നുമില്ലായിരിക്കും, മരുന്നൊന്നുമില്ലായിരിക്കും. മരണശൈലി കിടക്കുമ്പോൾ ഈ കൂട്ടുകാരൻ എപ്പോഴും വന്ന് അടുത്തിരിക്കും, അയൽവക്കോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൂട്ടുകാരൻ നിലവിളിക്കാൻ തുടങ്ങി, അയ്യോ ഞാൻ ഭയങ്കരമായിരിക്കുന്ന ഒരു കുഴിയിലേക്ക് ഇറങ്ങി പോകുന്നത്, മരിക്കുക. അയ്യോ അഗാധമായിരിക്കുന്ന ഒരു ഗർത്തം ഞാൻ കണ്ടതിന്റെ അടിത്തട്ട് കാണുന്നില്ല, യേശുവിനെ ഞാൻ കാണുന്നില്ല. ഇതാ പറയാം, ക്രിസ്ത്യാനി ആയതുകൊണ്ട് യേശുവിനെ പറ്റി അറിയാമല്ലോ. യേശുവിനെ ഞാൻ കാണുന്നില്ല, അയ്യോ ഞാൻ നരകത്തിൽ പോകുന്നതെന്ന് പറഞ്ഞ് നിലവിളിയോട് മരിച്ചു. ഈ കൂട്ടുകാരൻ ഭയന്ന് പറച്ചുപോയി. അവൻ തിരിച്ച് വീട്ടിലോടി നടന്ന സംഭവം. അവൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയില്ല. അവൻ നിലവിളിച്ചു, ദൈവമേ കർത്താവേ, എൻ്റെ സ്നേഹിതൻ ഈ പള്ളിയിലെല്ലാം ചെയ്തിട്ട് നരകത്തിൽ പോയല്ലോ, ഞാനും ഇന്നാണ് മരിക്കുന്നത്, ഞാൻ നരകത്തിൽ, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിച്ചു. വചനം വെളിപ്പെട്ടു വന്നു. അവൻ ബൈബിൾ വായിച്ചു, വിശ്വാസ സ്നാനം സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. മനസ്സിലല്ലേ? ആ പുള്ളി എഴുതിയ പാട്ട്, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കാനായി എന്ന് സദാ സന്നദ്ധരായി വന്നിരുന്നുള്ള പാട്ടൊക്കെ ആ പുള്ളി പിന്നെ എഴുതിയ. അല്ല, പി മാത്യു എന്ന് പറയും പുള്ളിയുടെ. അപ്പൊ നോക്കിക്കേ, പള്ളിയിൽ പോകുന്നതും പട്ടക്കാരുടെ കൂടെ പോകുന്നതൊന്നും അല്ല നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാന്നുള്ള.